എൻ്റെ മോൾ അങ്ങനെ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ലെന്നാണ്. എന്നുവെച്ചാൽ കുട്ടിയോട് അത്ര സ്നേഹവും വാത്സല്യമുള്ള ഒരു മാതാവാകുന്നു. അത്ര വലിയൊരു ആഴത്തിലുള്ള ഒരു സ്നേഹമുള്ള ഒരു പെണ്ണാണ് അവൾ, എൻ്റെ മകൾ. അവളിങ്ങനെ ഒരിക്കലും സ്വയം ജീവൻ എടുക്കത്തില്ല അവൾ, അതെനിക്ക് ഉറപ്പാണ്. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ളയാണ് ഇപ്പമുള്ളത്. ആദ്യം തന്നെ ചോദിക്കാനുള്ളതാണ്, കൊണ്ടാണ് ആത്മഹത്യ അല്ല എന്നുള്ളൊരു നിഗമനത്തിൽ കുടുംബം എത്തിയിരിക്കുന്നത്? അതിന് കാരണമെന്ന് പറഞ്ഞാൽ സ്ഥിരം മദ്യപാനിയാണ്. ഉപദ്രവം നിരന്തരം ഉണ്ടാവാറുണ്ട്. മിക്കവാറും ഇതിനു മുമ്പ് ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ആദ്യകാലങ്ങളിൽ തന്നെ വിഷയങ്ങളായിരുന്നു, ഇങ്ങനെ മർദ്ദനമൊക്കെ ഉണ്ടായി. അന്ന് കേസൊക്കെ ആയത് അവിടെ നാട്ടിൽ തന്നെ കേസൊക്കെ ആയിരുന്നു. അന്ന് പിന്നെ വീണ്ടും കോടതിയിൽ നിന്ന് കൗൺസിലൊക്കെ ചെയ്താൽ വീണ്ടും തിരിച്ചു പോയി ഓരോ ഒത്തീർപ്പാക്കി രമ്യതയിലാക്കി വിട്ടത്. പിന്നെ ഇപ്പോഴും പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. മർദ്ദനം ഉണ്ടാവും, ചിലപ്പോൾ ചെറിയ രീതിയിലുള്ളൊക്കെ ആവും, ചിലപ്പോൾ വീക്കെൻഡിൽ വലിയ രീതിയിലുള്ള മദ്യപാനം ഉണ്ടെങ്കിൽ കൂടുതലാവും. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഷാർജയിൽ. അപ്പം ഇതുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ ഒരു വലിയ വിഷയം ഉണ്ടായി. ദേഹമൊക്കെ മുറിഞ്ഞ് ഒരുപാട് മുറിവുകളോടുകൂടി എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്ന് അന്ന് കൊണ്ടുവന്ന് അന്ന് ഷാർജ പോലീസ് കേസ് കൊടുക്കാനായിട്ടിരുന്നത്. അപ്പോൾ അന്ന് പിന്നെ എല്ലാവരും പറഞ്ഞ് കേസ് കൊടുക്കണ്ടെന്ന് ഷാർജ പോലീസിൽ. അന്ന് കേസ് കൊടുത്താൽ ഇവൻ്റെ ജോലി പോകുമായിരുന്നു. അത് കാരണം പിന്നെ നമ്മൾ കേസ് ഒന്നും കൊടുത്തില്ല. പിന്നെ അന്നേരം തിരിച്ച് ഇവൻ പിന്നെ ഞാനിഞ്ഞ് തിരിച്ച് ഇവിടെ കൊണ്ടുവരാൻ തന്നെ വിളിച്ചുകൊണ്ട് വന്നതായിരുന്നു. അന്ന് വീണ്ടും ഇവൻ വന്ന് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ച് മാപ്പ് അപേക്ഷിച്ച് ഇനി ഒരിക്കലും ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചുകൊണ്ട് പോകും. വിളിച്ചുകൊണ്ട് പോകുമ്പോൾ മദ്യപിച്ച് മതനാകുമ്പോൾ പിന്നെ വീണ്ടും ഇതുകൊണ്ടൊക്കെ ഓരോ ഉപദ്രവങ്ങളാണ്. അതുല്യ കുടുംബം ഒരു തരത്തിലും നിർബന്ധിച്ചിട്ടില്ലല്ലോ ഇയാളോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ട്, സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ? ഞങ്ങൾ നിർബന്ധിച്ചിട്ടുണ്ട്. മോൾ ഇവിടെ വന്ന് നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഭർത്താവിന്റെ ഒപ്പം നിൽക്കുന്നതിന് വേണ്ടി, ഭർത്താവിൻ്റെ ഒപ്പം നിൽക്കാനാണ് ഇപ്പം അവനെ വിടത്തില്ല ഇങ്ങോട്ട്. അവനും മദ്യപിക്കുന്നതിനോട് ടച്ചിങ് ഉണ്ടാക്കാനും മീൻ പൊരിക്കാനും ഒക്കെ ഒരാളെന്നുള്ള ഒരു നിലയെ അവൾ പരിഗണിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു ഭാര്യ എന്നുള്ള സ്നേഹമോ ഒരു കുട്ടിയുണ്ട്, ഒരു മകളുണ്ട് 10 വയസ്സുള്ള, അങ്ങനെയുള്ള ഒരു സിമ്പതിയോ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ ഒരു വാത്സല്യമോ ഒന്നും അവനില്ല. അവൻ അങ്ങനൊന്നുമില്ല. സ്ഥിരം മദ്യപാനിയാണ്. നാട്ടിലും ഒരു ഗാർഹിക പീഡന കേസ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. നാട്ടിൽ ഉണ്ടായിരുന്നു, ഗാർഹിക പീഡന കേസ് ഉണ്ടായിരുന്നു. അന്നത് പിന്നെ കോടതിയിൽ വെച്ച് രമ്യതയിലായി പോയതാണ്. പിന്നെ കുട്ടി ഉണ്ടായതിൻ്റെ പേരിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്ത് പോയതാണ്. പിന്നെ അതുകൊണ്ട് അല്ലാതെ അന്ന് ഒഴിവാക്കിയതിന് ഈ കുഞ്ഞിനെ ഓർത്താണ് അന്ന് വീണ്ടും ഇത് കോടതിയിൽ കൗൺസിലിങ്ങിനൊക്കെ നടത്തി. അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നല്ലേ, ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല എന്ന്? എൻ്റെ മോൾ അങ്ങനെ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ലെന്നാണ്. എന്നുവെച്ചാൽ കുട്ടിയോട് അത്ര സ്നേഹവും വാത്സല്യമുള്ള ഒരു മാതാവാകുന്നു. അത്ര വലിയൊരു ആഴത്തിലുള്ള ഒരു സ്നേഹമുള്ള ഒരു പെണ്ണാണ് അവൾ, എൻ്റെ മകൾ. അവളിങ്ങനെ ഒരിക്കലും സ്വയം ജീവൻ എടുക്കത്തില്ല അവൾ, അതെനിക്ക് ഉറപ്പാണ്. അവന് പീഡനത്തിലൂടെ അവളെ കൊന്നതാണെന്ന് ഞാൻ പറയില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കാനിരുന്നതായിരുന്നു. അന്ന് ഇന്നലെ ഒരു ജോലിക്ക് ഒരു മാളിലൂടെ ജോലി കിട്ടി അവൾക്ക്. അതിന് വേണ്ടി പോകാനായിട്ടിരുന്ന ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേക്ക് പിന്നെ അനിയത്തിയുടെ റൂമിൽ പോയി ആഹാരമൊക്കെ കഴിച്ചിട്ട് വന്നതാണ്. അതിനുശേഷം രാത്രിയിലാണ് ഈ വിഷയം ഉണ്ടായത് എന്ന് തോന്നുന്നു. ഈ സഹോദരിയൊക്കെ എന്തായാലും അവിടെ തന്നെ ഉണ്ട്. എന്താണ് തുടർ നടപടികൾ, അക്കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നുണ്ടോ അവർ? പിന്നെ അവിടുത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പിന്നെ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം മരണകാരണമൊക്കെ അതിനുശേഷം അവിടുത്തെ കാര്യങ്ങൾ കേസൊക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ല ഇനി നമുക്ക് മൃതശരീരം ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിന് മരുമോനോ ഉണ്ട്, ഗോപു ഉണ്ട് അവിടെ. ഗോപുവിനുമായിട്ട് സംസാരിച്ച ഗോപു പറഞ്ഞ് എല്ലാം ശരിയായിക്കോളാം, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും 1-2 ദിവസം എടുക്കുമായിരിക്കും. ഒന്നും പറയാം. കുടുംബത്തിന്റെ ആവശ്യം എന്താണ്? ഈ പ്രതിയായിട്ടുള്ള സതീഷിനെ നാട്ടിൽ, കാര്യം ഇവിടെ ഒരു കൊലപാതക കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ്, നാട്ടിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണോ ആവശ്യം? അതിപ്പോൾ എന്താണെന്ന് ഷാർജ പോലീസിൻ്റെ അവിടുത്തെ കിട്ടുന്ന റിപ്പോർട്ടും അതനുസരിച്ച് ഇനി അതിനെപ്പറ്റിയുള്ളൂ. ആ മർഡറാണെന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെയുള്ളതാണെങ്കിൽ അവൻ അവിടെ നിയമ നടപടി നേരിടേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടുത്തെ നിയമം അങ്ങനെയാണല്ലോ. പറയുന്നത് കണക്ക് ഈ കുടുംബം നിർബന്ധിച്ചിട്ടല്ല പല ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭർത്താവിൻ്റെ ഒപ്പം പോയി നിന്നത്. അതുല്യയുടെ കൂടെ ഒരു ഇഷ്ടമുണ്ടാകും, മാത്രമല്ല നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ അതിപ്പോൾ വലിയൊരു വേദനയിലേക്ക് കുടുംബത്തെ തള്ളിവിട്ടു എന്നുള്ളതാണ് അവർക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം. കൊല്ലത്തുനിന്ന് രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.